ഹായ്, മത്തിയാണ് കിട്ടിയേക്കുന്നത്. മത്തി മുളകിട്ട് വെച്ചാലോ? ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് ഇത് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇത് വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാമേ. ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണത്തിനനുസരിച്ച് വേണം, എരിവിനനുസരിച്ചൊക്കെ വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. ഇത് കളറ് കൂടിയ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി പച്ചമണം മാറി കഴിയുമ്പോൾ പുളി ചേർത്ത് കൊടുത്തു. പിന്നെ വെള്ളവും അതനുസരിച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഉപ്പൂടി ഇട്ട് കൊടുത്ത് ഇത് വെട്ടി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെട്ടി തിളച്ച് കഴിഞ്ഞ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടിയിൽ അതൊന്ന് നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വെട്ടി തിളയ്ക്കാൻ നേരം ഉപ്പിട്ടായിരുന്നേ, വീഡിയോയിലില്ല. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. അപ്പം ഉപ്പ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കാമേ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തിള വരുവേ. തിള വന്നു കഴിഞ്ഞ് ഒന്ന് ചാറൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും തുറന്ന് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്, നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് സൈഡിൽ. ഇതൊന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ മത്തിക്ക് നല്ല പരിഞ്ഞിലൊട്ടായിരുന്നു മീൻ മുട്ട. അപ്പം ഞാനത് അപ്പമാക്കി എടുത്തിട്ടുണ്ട്. സവാളയും പിന്നെ ഇച്ചിരി തേങ്ങയും പിന്നെ പച്ചമുളകും ആ പരിഞ്ഞിലൂടെ ഇങ്ങനെ കൈവച്ച് നല്ലപോലെ ഞെരടി ഉപ്പൂടി ഇട്ടിട്ട് ഇതുപോലെ ഇലയെ പരത്തി അപ്പുറം ഇപ്പുറം ഇതുപോലെ ചുട്ടെടുക്കും കേട്ടോ. എണ്ണയൊന്നും ഒഴിക്കത്തില്ല. മീനിനകത്ത് നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അവസാനം ശകലം മുകളിൽ നിന്ന് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല മണമാണേ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വെളിയിൽ തന്നെ വെച്ചാൽ മതി. വെളിയിൽ വെക്കാൻ നേരം രാത്രിയിലൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. പരിഞ്ഞിലപ്പോൾ റെഡിയായേ.